ന്യൂനപക്ഷ വാർഡുകളെ അവഗണിക്കുന്നു എന്ന് ആരോപിച്ചും അതുപോലെ തന്നെ പ്രതിപക്ഷ കൗൺസിലർമാരെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുമാണ് ഇന്ന് ഇവിടെ ഒരു മുനിസിപ്പൽ മാർച്ച് LDF സംഘടിപ്പിക്കുന്നത്. നമുക്കിവിടെ കാണാം, ഒരുപാട് നേതാക്കളാണ് LDFന്റെ ഭാഗത്തു നിന്നും ഈ സമരത്തിലേക്ക്, ഈ ഒരു പ്രതിഷേധത്തിലേക്ക് പങ്കെടുക്കുന്നത്. പാർട്ടി ഓഫീസിൽ നിന്നാണ് ഈ ഒരു മാർച്ച് ആരംഭിച്ചിട്ടുള്ളത്. നഗരം ചുറ്റി ഇതിന് മുനിസിപ്പൽ ഓഫീസിലാണ് സമാപിക്കുക. മുനിസിപ്പൽ ഓഫീസ് മാർച്ചിന് ശേഷം നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം LDF ജില്ലാ സെക്രട്ടറിയും മലപ്പുറം നിർവാഹക സമിതി അംഗവുമായ VM ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതിലേറെ ഒറ്റപ്പെട്ട മുനിസിപ്പാലിറ്റി വേറെ ഇല്ല എന്നും മഞ്ചേരിയിലെ ജനങ്ങൾക്ക് നാണക്കേടാണ് ഈ നഗരസഭ എന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിലുള്ള സകലമാന മനുഷ്യരും, അതിൽ ലീഗും കോൺഗ്രസും ഒന്നുമല്ല, എല്ലാവരും ഉണ്ട്. ആരും നല്ലത് ഇന്ന് വരെ ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പൊതുവെ നാം പറയാറുണ്ട്, ഈ മലപ്പുറം ജില്ലയിലെ പട്ടണങ്ങളെല്ലാം ഒന്നിനൊന്ന് വികസിച്ചു വരുമ്പോൾ ശോഷിച്ച് യഥാർത്ഥത്തിൽ മഞ്ചേരി നിവാസികൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു നഗരസഭയാണ് ഈ മഞ്ചേരിയിലുള്ളത് എന്നുള്ളത് ആമുഖമായി തന്നെ പറയേണ്ടി വരികയാണ്. എത്ര ശത്രുതാപരമായിട്ടാണ് ഇവർ പെരുമാറുന്നത് എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇത് ഒരു പ്രാവശ്യമല്ല, എല്ലാ ഘട്ടത്തിലും ഇങ്ങനെയാണ്. ഇവരോട് മിതമായ ഭാഷയിൽ പറയാനുള്ളത് എന്താണോ ഒന്ന് നന്നാവാത്തത് എന്നാണ്. ഇന്ന് രാജ്യമാകെ, ലോകമാകെ ഒരു പരിഷ്കൃത സമൂഹമായി മാറുമ്പോൾ അപരിഷ്കൃതരുടെ കേന്ദ്രമായി ഈ മുനിസിപ്പാലിറ്റിക്ക് നാണക്കേടുണ്ടാക്കിയിട്ടുള്ള ഭരണസമിതിയാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പൊതുവെ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, ലീഗ് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാ. ലീഗ് നിലനിൽക്കുന്നത് ഇപ്പോ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ധനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വെട്ടിത്തിന്ന് ജീവിക്കുന്ന കൂട്ടരാണെന്ന് ലീഗ്. എനിക്കൊരു മടിയില്ല പറയാൻ. അതിനുവേണ്ടിയാ. അതിലേക്ക് എന്നോ പിരിഞ്ഞു പോകണം. ലീഗിന്റെ സാധ്യത ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നില്ല. മനസ്സിലായില്ല എനിക്ക്? എന്തിനാ ലീഗ്? ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണോ ലീഗ്? അങ്ങനെയാണോ? ഏത് ന്യൂനപക്ഷത്തിന്റെ പ്രശ്നം അവർ കൈകാര്യം ചെയ്ത്? ഇന്ത്യ ആകെ കത്തിയമരുകയാണ്. എവിടെ മുസ്ലിം ലീഗിന്റെ ശബ്ദം? എവിടെ? ന്യൂനപക്ഷങ്ങളുടെ പരിരക്ഷകരായി മാറിയിട്ടുണ്ട് ലീഗ്. കുറച്ചു ദിവസം മുമ്പ് കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ രാജിവെച്ചു. എന്തിനാ രാജിവെച്ചത്?
ഇവിടെ നിന്നുള്ള തിട്ടൂരങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ പറഞ്ഞില്ലേ? സാമ്പത്തിക താല്പര്യത്തിനപ്പുറത്തേക്ക് എന്ത് താല്പര്യമല്ല ഇവരൊക്കെ പ്രതിനിധീകരിക്കുന്നത് പറയാൻ നമുക്ക് മടിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. സമാധാനപരമായി അവിടെ ഇരിക്കുന്നത് എന്റെ വനിതാ സുഹൃത്തുക്കൾ, അവരുടെ ഇരിപ്പിടത്തിൽ അങ്ങനെയല്ലേ അങ്ങനെയാണ്, ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്, പ്ലക്കാർഡുകൾ ഉയർത്തുന്നത്. അതിന് നേരെയാണ് ആക്രോശവുമായി വരുന്നത്. ഞാൻ അതാ പറഞ്ഞത്, ഒരു പരിഷ്കൃത സമൂഹമാണ്. ഇപ്പോഴും കാലന്മാരുടെ കൂട്ടാളികളായി മാറുന്ന ലജ്ജാകരമായ അവസ്ഥയല്ലേ ഉണ്ടായത്.